പലപ്പോഴും പല കേസുകളിലും സാർ നേരത്തെ പറഞ്ഞ പോലെ അവർ തമ്മിലുള്ള ഈഗോ ഒന്ന് മാറിയാൽ, അല്ലെങ്കിൽ അവർ പരസ്പരം ചിലപ്പോൾ നല്ലപോലെ ഒന്ന് സംസാരിച്ചാലൊക്കെ മാറുന്ന കേസുകൾ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ വലിയ ഇഷ്യൂസ് എന്ന് പറഞ്ഞ് വന്ന് ചിലപ്പോൾ രണ്ടുപേരും തുറന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ആരുടെ ഭാഗത്തായിരുന്നു, എവിടെ നിന്നാണ് ആ ഒരു ഇഷ്യൂ തുടങ്ങി, അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ പറ്റുകയും അങ്ങനെ അവർ വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്ന നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് പോകുന്ന ഒരുപാട് കേസുകളുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ചില കേസുകളിലെങ്കിലും ഡിവോഴ്സ് ഒരു ആവശ്യമായി വരാറില്ലേ? അതായത് ഡിവോഴ്സ് ഇവർ തമ്മിൽ ഒരുമിച്ച് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന രീതിയിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് കുട്ടികൾ കണ്ട് വളരണ്ട. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ നിൽക്കുന്ന വീട് അല്ലെ അവൻ്റെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന എല്ലാത്തരം പ്രതിസന്ധികളും അവൻ്റെ വളർച്ചയെ ബാധിക്കും. മാനസികപരമായിട്ടും ഫിസിക്കലി ഉള്ള വളർച്ചയൊക്കെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ പേരൻസിന്റെ കോൺഫ്ലിക്റ്റ്, അവർ തമ്മിലുള്ള ഇഷ്യൂസ് ഇങ്ങനെ കണ്ടുവരുന്നതും കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം ക്രൂരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ആണ്. ഇങ്ങനെ കോൺഫ്ലിക്റ്റ് കണ്ടുവരുന്ന വളരെ ക്രൂരമായിട്ടുള്ള കാര്യമാണ്. അതിന് ഇപ്പം പറഞ്ഞ പോലെ ഡിവോഴ്സ്, ഈ പറഞ്ഞ ഒരിക്കലും ഒന്നിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിൽ ഡിവോഴ്സ് ധൈര്യപൂർവ്വം ഡിവോഴ്സിന് വരണം, എടുക്കണം എന്ന് ഇപ്പം ലീഗലി ഞാനും അഡ്വൈസ് ചെയ്യത്തുള്ളൂ. ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്തവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നാൽ ഭാവിയിൽ അത് വേറെ രീതിയിലെ പ്രശ്നങ്ങളിലോട്ട് പോകും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് ഒരു രീതിയിലും ഒരു കൗൺസിലിംഗ് കൊണ്ടോ മീഡിയേഷൻ കൊണ്ടോ ഒന്നും ഒരു പരിഹാരം ഇല്ലെങ്കിൽ ഡിവോഴ്സിലോട്ട് പോകുന്നത് തന്നെ ആയിരിക്കും നല്ലത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഡിവോഴ്സിലോട്ട് പോകുമ്പോഴും നമ്മൾ ഓർക്കണം, അത് നമ്മളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇഷ്യൂ ആണ്, പാർട്ട്നേഴ്സിൻ്റെ ഇഷ്യൂ ആണ്. അതിൻ്റെ അകത്ത് കുട്ടികളെ മാക്സിമം പ്രശ്നങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കി നിർത്തി അവരെ ഒരുപോലെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം ഈ ഡിവോഴ്സ് ചെയ്യുമ്പോഴും അവർ ശ്രദ്ധിക്കേണ്ടത്. അത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ അല്ല. മനുഷ്യരുടെ സൈക്കോളജി അങ്ങനല്ല. മാഡത്തിന് അറിയായിരിക്കും. ആ ഒരു ഉറപ്പായിട്ടും നമ്മളൊരു അതർ പാർട്ട്ണർ ഒരു ശത്രുവായിട്ടായിരിക്കും കാണുന്നത്. അപ്പം എങ്ങനെ ദ്രോഹിക്കാം എന്നുള്ളതായിരിക്കും അപ്പുറത്തെ ആൾക്കാർ ആലോചിക്കുന്നത്. പക്ഷെ ഫോറിൻ രാജ്യത്ത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ എബ്രോഡിലൊക്കെ ആണെങ്കിലും അവർ കുറച്ചും കൂടെ ഫോർവേഡ് തിങ്കിങ് ആണ്. അവരൊരുമിച്ച് ഈ കുട്ടികളുടെ ഫംഗ്ഷൻ, ഇപ്പം ആനുവൽ ഡേ ആണെങ്കിലും ഒരു ഔട്ടിങ് സ്പോർട്സിന് കൊണ്ടുപോവാണെങ്കിലും ഡിവോഴ്സ്ഡ് ആണെങ്കിൽ പോലും അവരൊരുമിച്ച് വന്ന് ഫാദർ ആൻഡ് മദർ ഒരുമിച്ചായിരിക്കും കൊണ്ടുപോകുന്നത്. ഒരു സ്കൂളിലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചായിരിക്കും പോകുന്നത്. ആക്ടിവിറ്റീസ് എല്ലാം അവർ ഒരുമിച്ച് നിൽക്കുമ്പം ആ ഇമ്പാക്റ്റ് കുട്ടികളിൽ അധികം വരത്തില്ല. ആ ഒരു സോഷ്യൽ റിഫോം നമ്മുടെ നാട്ടിൽ അത് പെട്ടെന്ന് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരേണ്ട സമയം ആയിട്ടുണ്ട്. കാര്യം ഇപ്പം എല്ലാവരും പുറത്തൊക്കെ വർക്ക് ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നു താമസിയാതെ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ആൾക്കാർ വരും. അത് മാത്രമല്ല, കോൺഫ്ലിക്റ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് കുറച്ചൊരു മ്യൂച്വൽ രീതിയിലാണ് ഇപ്പം കുറേ ഡിവോഴ്സുകൾ വരുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് മ്യൂച്വലി ഇപ്പം നമ്മൾ തമ്മിൽ ഒന്നിച്ചു പോകാൻ പറ്റത്തില്ല എന്നാൽ ശരി, കസ്റ്റഡി ഇപ്പം അമ്മ പറയും ഞാൻ വെച്ചോളാം, അപ്പം ഫാദർ പറയും എന്നാൽ ഓക്കെ വെച്ചോ, ഹസ്ബൻഡ് പറയും വെച്ചോ, എനിക്ക് ഇത്ര നാൾ കാണണം, ഇടയ്ക്ക് വന്ന് കാണണം എന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെ ഒരു മ്യൂച്വൽ കൺസെൻറ്റിലുള്ള ഡിവോഴ്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്, വളരെ കൂടി വരുന്നുണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. അപ്പം അത് അങ്ങനെയുള്ള മ്യൂച്വൽ ആണെങ്കിൽ വിഷയം വരുന്നില്ല. പക്ഷെ കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ്, കണ്ടസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഇഷ്യൂസ് കൂടുതലും വരുന്നത്. അപ്പം അത് ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ തെറാപ്പിയും കാര്യങ്ങളും കൊണ്ടൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മാഡം പറഞ്ഞതിൻ്റെ തൊട്ട് ഡിവോഴ്സ് വേണ്ട സാഹചര്യത്തിൽ ഡിവോഴ്സ് വാങ്ങിക്കുക തന്നെ വേണം. പക്ഷേ ഡിവോഴ്സ് വാങ്ങിക്കുന്ന ഫാദർ ആൻഡ് മദർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടിക്ക് രണ്ടുപേരും ഈക്വൽ റൈറ്റ് ആണ്, അവർക്ക് രണ്ടുപേരുടെയും സ്നേഹം വേണം. പക്ഷേ അതർ സിറ്റുവേഷൻ, ഇപ്പം ഈ പറഞ്ഞ ഫാദർ ഒരു ഭയങ്കര കള്ളുകൂടിയനാണ്, കൂടെ നിൽക്കാൻ പറ്റത്തില്ല, ഇടിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കസ്റ്റഡി കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, സർക്കംസ്റ്റാൻസസ് അത് സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. ഓരോ ഫാമിലിയിലുള്ള സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പം അതിനനുസരിച്ചുള്ള മാറ്റങ്ങളായിരിക്കും അതിൽ വരിക എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം, കല്യാണത്തിൻ്റെ ചടങ്ങുകൾ, ഈ 6-7 ദിവസത്തേക്ക് ചടങ്ങുകളൊക്കെ നടത്തി കല്യാണം നടത്തുമ്പോൾ ഒരു പ്രീമറൈറ്റൽ കൗൺസിലിംഗ്, അല്ലെങ്കിൽ അവർക്ക് ഒരു വിവാഹം ശേഷമുള്ള ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെടാനുള്ള രീതിയിലൊരു പ്രീമറൈറ്റൽ കൗൺസിലിംഗ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ കുറച്ചുകൂടിയൊക്കെ ഈ ഒരു വിവാഹ സമ്പ്രദായത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരാൾ കൂടി നമ്മളൊരു സ്പേസ് കൊടുക്കേണ്ടതാണെന്നൊക്കെയുള്ള ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ കിട്ടേണ്ടത് അത്യാവശ്യമല്ലേ? പലപ്പോഴും ആ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് കാണാറുണ്ട്. അത് വളരെ ശരിയാണ്. നമ്മുടെ ലീഗൽ സിസ്റ്റം മാരേജിന്റെ ഡിവോഴ്സിന്റെ ആണെങ്കിലും അത് ഒരു റിലീജിയൻ ബേസ്ഡ് ആണ്. നമ്മുടെ ഫ്രെയിംവർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലും നിയമങ്ങളും എഴുതി വെച്ചിരിക്കുന്നത്.
ഹിന്ദുസിന് നിയമമുണ്ട്, മുസ്ലിങ്ങളുടെ നിയമമുണ്ട്, ക്രിസ്ത്യൻസിന് നിയമമുണ്ട്. അതുപോലെ ഈ രണ്ട് വിഭാഗത്തിൽ നിന്നുള്ളവർ ഒരുമിച്ച് വരികയാകുമ്പം അതിന് വേറൊരു നിയമമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ക്രിസ്ത്യനിലാണെങ്കിലും മുസ്ലിംസിലാണെങ്കിലും ആ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടോ? എനിക്ക് ക്രിസ്ത്യനിലുണ്ടെന്ന് എനിക്കറിയാം, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലും അങ്ങനെ ഉണ്ടല്ലേ കൗൺസിലിംഗ് കൊടുക്കുന്നു, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അവർ അതിനൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് പക്ഷെ ഞാൻ പറയുന്നത് എല്ലാ ഇതിൻ്റെ പോസിറ്റീവ്, ഇപ്പം ഏത് മതമാണെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ ബാക്കിയുള്ളവർ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഈ പറയുന്നതിൻ്റെ തൊട്ട് കല്യാണത്തിന് മുന്നേ അവർക്കൊരു ക്ലാസ്സും അതിനെക്കുറിച്ചുള്ള എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് സത്യം പറഞ്ഞാൽ എല്ലാവരും അത് അഡോപ്റ്റ് ചെയ്യുകയും ഒരു കൗൺസിലിംഗ് കൊടുക്കുകയും അതിന് മുന്നേ ഒരു ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് ഇതിനൊരു വളരെ നല്ലൊരു കാര്യമായിരിക്കും. അത് മാത്രമല്ല ചിലപ്പോൾ ഒന്നിച്ച് അതൊക്കെ എന്നിട്ടും ചോദിക്കും ക്രിസ്ത്യാനികൾ ഡിവോഴ്സ് ഇല്ലേന്ന് കാണും. പക്ഷേ എന്ന് വെച്ചാൽ അതിൽ കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ കുറവായിരിക്കും. മനസ്സിലായി, അവർക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പിരിയാൻ പറ്റുമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു കുറേ പെൺകുട്ടികളായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് അവർക്ക് നല്ല ജോലിയുണ്ട്, നല്ല വിദ്യാഭ്യാസം കിട്ടി. അപ്പോൾ പിന്നെ ഇനി എൻ്റെ ഒരു ലൈഫ് ഞാൻ ഒരാളുടെ കൂടെ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു 25-26 ഒക്കെ ഏജ് ആകുമ്പോഴും ഒരു പാർട്ട്ണറിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിൽ അവരുടെ ഒരു സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ചിലപ്പോൾ ഒരു പാരൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി കൺസെപ്റ്റ് എന്നുള്ളത് പേരൻസിൻ്റെ ഒരു ആവശ്യമാണ് എന്ന രീതിയിൽ അവർ കല്യാണത്തിന് സമ്മതിച്ച് വരുമ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ ഈഗോയും അവരുടെ ഈ സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻസും അതൊക്കെ പിന്നീട് ഒരു ഫാമിലി ഇഷ്യൂസ് ആയിട്ട് വരുന്ന കേസുകൾ വരാറുണ്ടോ? വളരെ ശരിയാണ്. ഇതിൻ്റെ അകത്ത് കണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏർലി ഏജിൽ കല്യാണം കഴിച്ചു വിടുന്നവരുണ്ട്. 18, 19, 20, 21 വയസ്സിൽ കല്യാണം കഴിച്ചു വിടുന്ന പെൺകുട്ടികളിൽ ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാര്യം അവരുടെ സ്കൂൾ കഴിഞ്ഞ് കോളേജ് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുക. അവരവരുടെ ജോലി, അവരുടെ ബാക്കി കാര്യങ്ങൾ, അവരുടെ ഒരു ഫ്രീ ലൈഫ് അവരെ എൻജോയ് ചെയ്യാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല. പെട്ടെന്ന് അവരെ പിടിച്ചൊരു കൂട്ടിയിട്ടതിൻ്റെ കൂട്ട് അവർക്ക് ആ ഒരു പറയുന്ന ഒരു കൂട്ടിയിട്ടതിൻ്റെ കൂട്ട് ഒരു ഫീലിലേക്ക് അവർ പോകും. അപ്പോഴത്തേക്ക് ഈ 18, 19, 20, 21 പ്രശ്നം കാണത്തില്ല. 26, 27 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഹസ്ബൻഡ് പതുക്കെ ആ ഒരു ആദ്യത്തെ ഇൻറ്റിമസിയൊക്കെ ഒന്ന് കുറയും, പുള്ളി വേറൊരു ആംഗിളിലേക്ക് ചിലപ്പം മാറും. അപ്പോഴത്തേക്ക് ഇവർക്ക് ഒരു ഫ്രസ്ട്രേഷൻ വരും, അവർക്ക് ആ ബുദ്ധിമുട്ട്. അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏർലി മാരേജ് അത്ര നല്ല ഒരു സംഭവമല്ല. ഒരു കുറച്ചും കൂടെ അവരുടെ ജോലിയൊക്കെ കിട്ടി, അവർ മെച്ചൂർഡായി സെൽഫ് സഫിഷ്യൻ്റ് ആൾക്കാരെ മനസ്സിലാക്കി. കാര്യം സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം കണ്ട് പെട്ടെന്ന് കല്യാണം കഴിച്ച് അവിടെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അവർക്ക് സോഷ്യൽ കണക്ഷൻസ് ഇല്ല, സംസാരിക്കാൻ ആരുമില്ല. അമ്മയുടെ അടുത്ത് എങ്ങനെ പറയാം, അച്ഛൻ്റെ അടുത്ത് എങ്ങനെ പറയാം. ഒരു ജോലിക്ക് വന്ന കുട്ടിയാണെങ്കിൽ അവിടെയുള്ള കൊളീഗ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും. ഇതൊന്നും പറ്റാതെ വെപ്രാളപ്പെട്ടാണ് ആൾക്കാർ സൂയിസൈഡിലും കാര്യങ്ങളിലേക്ക് പോകുന്നത്. വർഷങ്ങളായിട്ട് ഒരുമിച്ച് താമസിച്ച് അതിനുശേഷം പിരിയേണ്ട അവസ്ഥകൾ വരാറുണ്ട്. കൂടുതലും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അല്ല പേഴ്സണൽ വേറെ ഇഷ്യൂസിനൊന്നും അങ്ങനെ വരാറില്ല. അങ്ങനെയുള്ള ഇതിൽ കൗൺസിലിങ്ങിന് കൊടുക്കുക, കൗൺസിലിംഗ് കൊടുത്ത് അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നല്ല ഒരു മീഡിയേഷനും കൊടുത്ത് നോക്കുക. അതിൽ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ പിന്നെ ഡിവോഴ്സിന് തന്നെ പോകാമെന്നുള്ളൂ. പക്ഷെ കുറേ നാൾ താമസിച്ച് കുട്ടികൾ കുറച്ച് ഏജ്ഡൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത്ര ഒരു അവരെ അത്ര അങ്ങോട്ട് ഇമ്പാക്റ്റ് ചെയ്തില്ല. കുട്ടികളിലാണ് ഇത് കൂടുതലും ആ ഒരു ഇമ്പാക്റ്റ് വരുന്നത്. കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ തന്നെ പേരൻസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മയ്ക്ക് അച്ഛനെ പറ്റത്തില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഇപ്പോഴത്തെ കുട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു ഏജ് കഴിയുമ്പോൾ അങ്ങനെ വരും. അതുകൊണ്ട് കുറേ നാൾ ഈ പറഞ്ഞ പോലെ ദാമ്പത്യ ജീവിതം കൊണ്ടുപോയിട്ട് ഒരു ബുദ്ധിമുട്ട് വന്ന് അത് വളരെ കുറവുമാണ്. എല്ലാം പെട്ടെന്ന് ഇപ്പോൾ ഒരു 20 വർഷം കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞുള്ള ഡിവോഴ്സിന് റേറ്റ് വളരെ കുറവാണ്. നമ്മളൊരു 5% നമുക്കത് ഉള്ളൂ.